പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ളൊരു പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് ഒട്ടിച്ചെടുക്കുക എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതൊരു 4 ഇഞ്ചിൻ്റെ വേസ്റ്റ് പൈപ്പാണ്. അപ്പം ഈ പൊട്ടലിനേക്കാളും കൂടുതൽ അളവിൽ, അതായത് അങ്ങേ സൈഡും ഇങ്ങേ സൈഡും കുറച്ചുകൂടെ നീളത്തിനുള്ളൊരു പീസ് പൈപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇത്തരത്തിലൊന്ന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൽ നിന്നും ഒരു 1 സെൻറ്റിമീറ്റർ വീതിയിൽ തന്നെ നമുക്ക് ഒരു പീസും കൂടി ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ പൊട്ടിയ ഭാഗത്ത് നിന്ന് ഇട്ട് നോക്കാം. അപ്പോൾ ഇതിവിടെ പെർഫെക്റ്റ് ഫിറ്റാണ്. അതിനുശേഷം ഈ പൊട്ടിയ ഭാഗത്തെ പൊടിയും കാര്യങ്ങളും എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ അവിടെ സോൾവെൻ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ല, കുറച്ച് കൂടുതൽ നല്ല രീതിയിൽ തന്നെ സോൾവെൻ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു പൈപ്പിൽ കൂടി നല്ല രീതിയിൽ തന്നെ സോൾവെൻ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു പീസ് പൈപ്പ് ഈ പൊട്ടിയ ഭാഗത്ത് ഈ രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ കട്ടിങ് ഉള്ള ഭാഗം ആ പൊട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ കൊണ്ടുവെക്കുക. അതിനുശേഷം ആ ഒരു ഭാഗത്ത് കൂടി നല്ല രീതിയിൽ തന്നെ സോൾവെൻ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു കെട്ടുകമ്പി എടുത്തതിന് ശേഷം അത് ഒരു 2 കെട്ടുകമ്പി കൂട്ടി പിരിച്ചതിന് ശേഷം ഈ ഒരു പീസ് പൈപ്പിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് കെട്ടി വെച്ചൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന ഈ കമ്പി നമ്മൾ വീടിൻ്റെ വാർപ്പിനും മറ്റും ഉപയോഗിക്കുന്ന കമ്പി കെട്ടാനായിട്ട് ഉപയോഗിക്കുന്ന കെട്ടുകമ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് നമ്മൾ എർത്തിങ്ങിനും മറ്റും ഉപയോഗിക്കുന്ന കോപ്പറിട്ട് കെട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്ററായിരിക്കും. ഈ ഒരു കമ്പി കുറച്ച് കാലം കഴിയുമ്പോഴത്തേന് തുരുമ്പിച്ച് ദ്രവിച്ച് പോകും. പക്ഷേ കോപ്പറിട്ട് കെട്ടി നമുക്ക് കുറേ കാലം കൂടി അത് തുരുമ്പിക്കാതെ തന്നെ അത് സെറ്റായിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ പ്ലെയർ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കും. ഞാനിവിടെ സെൻറ്റർ ഭാഗത്തുകൂടി ഇത്തരത്തിൽ ഒന്ന് കെട്ടി കൊടുക്കുന്നതായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പൈപ്പ് പൊട്ടി ആ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈപ്പിൻ്റെ അടിവശത്തായിട്ടല്ല, പൈപ്പിൻ്റെ ഒരു സൈഡിലാണ്. അപ്പം നമുക്ക് ആ ഒരു സൈഡിൽ കൂടി ഒരു കാരണവശാലും ലീക്ക്, അതായത് വെള്ളം പുറത്ത് പോകുന്നതല്ല, വെള്ളം ഓവറായിട്ട് എത്ര വന്നു കഴിഞ്ഞാലും പുറത്ത് പോകുന്നതല്ല, ആ ഒരു സൈഡിലാണ് അത് പൊട്ടിയേക്കുന്നത്. അപ്പം ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ മറ്റു കുഴപ്പങ്ങളൊന്നും ഭാവിയിൽ തന്നെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കുന്നത്. പൈപ്പിൻ്റെ മുകൾ വശത്താണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം തന്നെ ഉണ്ടാകത്തില്ല, ഇത്തരത്തിൽ തന്നെ ഒട്ടിച്ചെടുത്താൽ മതിയാവും. അതിനുശേഷം ഭാവിയിൽ മറ്റ് പ്രശ്നങ്ങൾ, അതായത് പൈപ്പ് ഇളകി പോകുമോ, ഈ കമ്പി പൊട്ടിയിട്ട് ഇളകി പോകുമോ എന്നുള്ളൊരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചാന്തും കൂടി ഈ ഒരു സൈഡിൽ കല്ലൊക്കെ വെച്ചതിന് ശേഷം ചാന്ത് കൂടി ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചാന്തിട്ട് സെറ്റ് ചെയ്യുന്നതിന് പകരം കോൺക്രീറ്റ് ഇട്ട് സെറ്റ് ചെയ്താലും മതിയാവും. അപ്പോൾ നമ്മളിവിടെ ചാന്താണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചാന്തിട്ട് നല്ല രീതിയിലൊന്ന് ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളവിടെ ആ ഒരു ഭാഗത്ത് മണ്ണ് കൂടി ഇട്ടൊന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.